ഇന്നലെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ട്. അത് കാരണം കംപ്ലീറ്റ് അന്തരീക്ഷമൊക്കെ തണുത്ത് നല്ല രസമുണ്ട് രാവിലെ തന്നെ ഇങ്ങനെ നടക്കാൻ. മൊത്തത്തിലൊരു നൈസ് ഫീലിംഗ് വന്നതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഒരു പോസിറ്റിവിറ്റി വന്നാലാണ് നമുക്കൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു മൂഡ്. അപ്പോൾ രാവിലത്തെ എൻ്റെ ഗാർഡനിലെ കറക്കമൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ മോർണിംഗ് വീഡിയോ ഒക്കെ സെറ്റായിട്ടുണ്ട്, എഡിറ്റ് ചെയ്തു. ഇപ്പം സമയം കറക്റ്റ് 8:25. അപ്പം അത് അപ്ലോഡ് ചെയ്യണം. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്നിപ്പോൾ എല്ലാവർക്കും ഹോളിഡേ ആയിരിക്കുമല്ലോ, കാരണം സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ. സോ ഞാൻ വിചാരിച്ച് ഇന്നത്തെ ദിവസം അങ്ങോട്ട് എടുക്കാമെന്ന്. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടക്കാൻ പോണേന്ന് എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല, കാരണം അങ്ങനെ വെൽ പ്ലാൻ ചെയ്തൊന്നും വെച്ചിട്ടില്ല. വീഡിയോസ് എടുക്കുന്നത് ഇപ്പോൾ റുട്ടീനാണല്ലോ നമ്മുടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. ലാസ്റ്റ് ഡേ ഞാൻ ഇവിടെ ഒരു പാമ്പിനെ കണ്ടായിരുന്നു കേട്ടോ. പാമ്പ് മുറ്റത്തിൽ കൂടെ ഇഴഞ്ഞത് ആ ലക്കി ബാമ്പുവിൻ്റെ ഇടയിൽ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ചെടിച്ചട്ടി എടുത്ത് അവിടേക്ക് എറിഞ്ഞു. അപ്പോൾ ആ പാമ്പ് പോയി പുറത്തോട്ട്. പിന്നെ ഇപ്പം ആ ഗാർഡനിലേക്കൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ആ ചെടിച്ചട്ടി അതിൻ്റെ ഉള്ളിലുള്ള കാര്യം ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഞാൻ അത് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മൾബറിനെ കുറിച്ച് കുറേ പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ്. മെയിനായിട്ട് ചോദിക്കാനുള്ളത് കാ പിടിക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അതായത് മൾബറി എപ്പോഴും ഇങ്ങനെ പ്രോൺ ചെയ്ത് നിർത്തണം, അതല്ലാന്നുണ്ടെങ്കിൽ അത് കാ പിടിക്കില്ല. അപ്പം നിങ്ങൾ അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അപ്പം ചെറിയൊരു മാറ്റമൊക്കെ വരും. കാരണം നമ്മൾ ഈ പ്രൂണിങ് ആണ് മെയിനായിട്ട് മൾബറിയിൽ എല്ലാവരും പറയുന്നത്. ശരിക്കും ആ ഒരു തളിരുള്ള ഇലയുടെ സൈഡിൽ ആ കമ്പിൽ നിന്നാണ് നമുക്ക് കാ വരിക കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചോറായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ പലഹാരം എന്ന് പറയുന്നത് ഭയങ്കര കമ്പൾസറി ആയിട്ട് ചെയ്യാറില്ല. പിന്നെ കുറച്ചും കൂടി കോമൺ ആയിട്ട് ഉണ്ടാവാറുള്ളത് പുട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊരു മാങ്ങ കഴിച്ചു. നല്ല പഴുത്ത മൂവാണ്ട മാങ്ങയായിരുന്നു. പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഭയങ്കര കുറവാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ആകെ 1-2 എണ്ണൊക്കെ ഉള്ളൂ. അതിങ്ങനെ ഇടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കും, അത്ര തന്നെ. കൂട്ടി കൊണ്ടുവരണം പതുക്കെ. പിന്നെ ഇന്ന് ഓശാന ശനി ആയതുകൊണ്ട് തന്നെ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന ദിവസമാണ്. അപ്പോൾ അമ്മയും ഞാനും കൂടി കൊഴുക്കട്ട ഉണ്ടാക്കുവാണ്. ഓൾറെഡി ഞാൻ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മ അതാ മാങ്ങ അരിഞ്ഞ് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ തന്നെ മാങ്ങയാണ് കേട്ടോ. അപ്പം മാങ്ങ ജസ്റ്റ് ഒന്ന് 2 ദിവസം ഉണക്കിയിട്ട് അച്ചാറിടാനാണ്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. മാങ്ങ തൊലി ആക്കാനല്ല കേട്ടോ. പിന്നെ നമ്മുടെ പയറൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാനതൊക്കെ പോയി നോക്കി വന്നു. അപ്പോഴേക്കും അമ്മ ദേ ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 2 പേരും കൂടി ഒരുമിച്ചായിരിക്കും കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുക. കാരണം ഒറ്റയ്ക്ക് ഈ പരിപാടിയൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി സങ്കടമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ചേച്ചിമാരുണ്ടായിരുന്നപ്പോൾ 4 പേരും കൂടി ഒരുമിച്ചാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആരും ഇപ്പോൾ 2 പേരുള്ളെങ്കിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ നമ്മൾ ആരൊക്കെയാണോ ഫാമിലിയിലുള്ളത് അവരൊക്കെ കൂടി ഒരുമിച്ച് ഉണ്ടാക്കണം എന്നാണൊക്കെ പറയുക. അങ്ങനെയാണ് കോഴിക്കോട്ടെ എല്ലാവരും ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഈവനിങ് ആയി കഴിഞ്ഞപ്പം ജസ്ന ചേച്ചിയും പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഓൺ സിസ്റ്റർ ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എൻ്റെ കസിനാണ് കേട്ടോ. അവരൊരു കേക്കൊക്കെ കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കേക്ക് നമ്മുടെ 200Kയുടെ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. നമുക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് ചേച്ചി എന്നെ ക്ലിനിക്കിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 2 lakh ആയപ്പോൾ ചേച്ചി വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. കാരണം നമ്മളുടെ കുഞ്ഞു അച്ചീവ്മെൻറ്റ്സിലൊക്കെ നമ്മളെപ്പോലെ തന്നെ ഇങ്ങനെ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്ന കുറച്ച് പേര് നമുക്ക് ചുറ്റും ഉണ്ടാകുന്നത് ഒരു പ്രത്യേക സന്തോഷമല്ലേ. അവർ വന്നിട്ട് ഉടനെ പോയി കേട്ടോ. ആകെ ഒരു അരമണിക്കൂർ താഴെ ഇരുന്നുള്ളൂ. കാരണം അവർ ഓൾറെഡി ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം പെട്ടെന്ന് വന്ന് കേക്ക് മുറിച്ചു വിഷ് ചെയ്ത് പടപടേന്ന് ആൾക്കാർ പോയി. ഇന്നിപ്പോൾ ഓശാന ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവർ വന്ന സമയത്ത് നമ്മുടെ കൊഴുക്കട്ടയൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ അതൊക്കെ കൊടുത്തായിരുന്നു. ക്രിസ്ത്യൻസിനറിയാം നമ്മൾ ഈ ഓശാന ശനി ഓശാന ഞായറൊക്കെ ആര് വീട്ടിൽ വന്നാലും നമ്മൾ കൊഴുക്കട്ടയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. കഴിച്ച് സത്യം പറഞ്ഞാൽ മടുക്കും കേട്ടോ. പിന്നെ പെസഹ വ്യാഴമൊക്കെ ആണെങ്കിൽ പെസഹ പാലും അതേപോലെ കൽത്തപ്പൊക്കെ ആയിരിക്കും എല്ലാ വീട്ടിലും. ഏത് വീട്ടിൽ ചെന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും. പിന്നെ ദാ ഈവനിങ്ങിൽ ഇതേപോലൊരു ചായ കൂടി എൻ്റെ ഒരു ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഈവനിങ്ങിലത്തെ ഒരു ചായ കൂടി. അമ്മ ഉണ്ടാവും എൻ്റെ സൈഡിൽ തന്നെ. ഞങ്ങൾ ഒരുമിച്ചിരുന്നായിരിക്കും ഇങ്ങനെ ചായയൊക്കെ കുടിക്കുക. ഈ അടുത്തിടയ്ക്ക് ആയിട്ട് എപ്പോൾ പുറത്തു പോയാലും ചെടികളും ചെടിച്ചട്ടികളും വാങ്ങിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ദിനചര്യയായിട്ട് മാറിയിട്ടുണ്ട്. എപ്പോൾ പോയാലും ഒരു ലോഡ് സാധനങ്ങളായിട്ടായിരിക്കും തിരിച്ചു വരിക. ഇതിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടികളാട്ടോ. ഞാൻ പൊതുവേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മണ്ണിൻ്റെ ചെടിച്ചട്ടികളോടാണ് ഇഷ്ടം എന്ന്. പക്ഷേ ബഡ്ജറ്റാണ് ഒരു പ്രശ്നം കേട്ടോ. ബഡ്ജറ്റ് ഭയങ്കര കൂടുതലാണ് മണ്ണിൻ്റെ സാധനങ്ങൾക്ക്. പ്ലാസ്റ്റിക് കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണല്ലോ. അപ്പോൾ ചില സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ പ്ലാസ്റ്റിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ ബാക്കിലുള്ള ആ ഒരു മതിൽ പെയിൻ്റ് അടിച്ചൂടേന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. അത് അപ്പുറത്തെ ആൾക്കാർ അതിങ്ങനെ കെട്ടിയൊന്ന് പൊക്കി കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. നമുക്ക് പതുക്കെ തേച്ച് പതുക്കെ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചെടുക്കണം. മോർണിംഗ് ടൈമിൽ ഞാൻ ഗാർഡനിൽ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും.
പക്ഷെ എൻ്റെ ഒരു ദിവസത്തിൽ എപ്പോൾ ഒരു ഫ്രീ ടൈം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടിയാലും ഞാൻ ഈ ഗാർഡനിലൊക്കെ തന്നെയായിരിക്കും. പുതിയ പുതിയ ചെടികൾ നടുക, പടർന്നു കയറി വരുന്നതിനെ പതുക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക, പുല്ല് പറിക്കുക. ഗാർഡനിൽ ഇതുപോലുള്ള പണികൾ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും റിലാക്സിങ് ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഡേ ഇൻ മൈ ലൈഫ് ഈവനിങ് ആയപ്പോഴേക്കും ഞാൻ എൻഡ് ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ച് തലവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ബൈ.